മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ബിരിയാണി എന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിക്കും ബിരിയാണീനോടൊരു സ്പെഷ്യൽ ഇഷ്ടമായിരിക്കും. അതെന്താ കാരണം എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണെന്ന് ബിരിയാണി റൗണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്കും പേഴ്സണലി ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മളെ മക്കൾ എല്ലാ സ്മെല്ലാണ്. ബിരിയാണി നമ്മളെപ്പോഴും ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കയറി ചെല്ലുമ്പോൾ ആ ഒരു സ്മെല്ലിൽ ഉച്ചയ്ക്ക് കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ട് ബിരിയാണിയുടെ. അതാണ് ഇവിടെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ നമ്മളുടെ കോമ്പറ്റീഷൻ ആയത് കാരണം ഇപ്പോൾ ബിരിയാണികളൊക്കെ നിങ്ങളെ കുക്കിംഗ് കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയി? സെറ്റ് ചെയ്തോളൂ, വേഗം സെറ്റ് ചെയ്തോളൂ. ബിക്കോസ് ടൈം ലിമിറ്റ് നമ്മൾ സമയം ഒരുപാട് തന്നിട്ടുണ്ട്. പൊതുവെ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ടൈം കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബിരിയാണി ആയതുകൊണ്ട്. പക്ഷെ നമ്മളെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ദ ലാസ്റ്റ് മൊമെന്റ്സ് ആണ്. ചക്കരെ ഇതെന്താ ഇങ്ങനെ റെഡി ആയില്ലേ? ദമ്മിന് പകരം നമ്മൾ ഇതെന്താ മാവ് വെച്ച് ഗോതമ്പ് മാവ് വെച്ചിട്ടുണ്ട്. ദമ്മ് നമ്മള് മൈദയാണല്ലേ വെക്കാറ്? മൈദയല്ലേ? മൈദ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് അതില് കനലിടുകയല്ലേ ചെയ്യാ? അതെ, എന്റെ അറിവ് വെച്ചിട്ട് അങ്ങനെയാണ്. പക്ഷെ ഈ കാര്യത്തിൽ എന്നെക്കാളും അറിവ് നിങ്ങൾക്കാന്ന് അറിയാം. എന്തായാലും വേഗം ദമ്മൊക്കെ പൊട്ടിച്ചോളൂ, നമ്മളുടെ സമയം കഴിയാനായിരിക്കാണ് കേട്ടോ. ആദിത്യ എന്തായി? കഴിഞ്ഞോ പരിപാടി? സെറ്റ് ചെയ്താൽ മാത്രമേ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ആദിത്യ, നല്ല രസമുണ്ട് സ്മെല്ല്. അപ്പൊ ആദിത്യ വേഗം സെറ്റ് ചെയ്തോളൂ. ജോ കഴിഞ്ഞോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുള്ള ബോ അല്ലേ? സുന്ദരിയായിട്ടുണ്ട്. ആരെയും പറഞ്ഞോ? വന്നപ്പോൾ ഗസ്റ്റ് ഒക്കെ പറഞ്ഞോ നല്ല സുന്ദരിയായിട്ടുണ്ട്? ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തൊക്കെ ഓക്കെ. എവിടെ ബിരിയാണി? ഇത് ദമ്മ് എന്ന് പറയുന്നത് എന്താന്നറിയോ? ശരിക്കും കനല് മുകളിലിട്ട് വെക്കുന്നതല്ലേ? പക്ഷേ അടിയിലാണ് നമ്മൾ ചൂട് കൊടുക്കണത് അല്ലേ? അടുപ്പിന്റേതാണെങ്കിൽ ഇങ്ങനെ വെച്ച് ഇപ്പൊ എന്താ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? ഒട്ടിച്ചൊന്നും വെച്ചില്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് ഇതിൽ തന്നെ ആവി തട്ടുമ്പോ ഓക്കെ. ഇനി അത് എടുത്തൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. സെറ്റ് ചെയ്താൽ മാത്രം മതി. കുട്ടിക്ക് ക്ഷീണായി. അപ്പൊ എന്തായാലും ബിരിയാണി ഉണ്ടാക്കി ക്ഷീണിച്ച ആൾക്കാരും നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കും. ചക്കര കഴിഞ്ഞോ? ഈ ചിക്കൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് അതിന്റെ ഉള്ളിൽ ഇടാനുള്ളതാണോ? കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അണഞ്ഞു പോയി, അറിഞ്ഞില്ല. അതുകൊണ്ട് അപ്പൊ ഇതിനി ഒന്നും ചെയ്യണില്ലേ? ഒന്നും കൂടെ ശരിയാക്കിക്കോളൂ കേട്ടോ, വേഗം ശരിയാക്കിക്കോളൂ കേട്ടോ. നമ്മള് സമയം കഴിയാനായിക്കൊണ്ടിരിക്കുകയാണ്. ല്ലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ചിക്കൻ ബിരിയാണി. ചേടാ അപ്പൊ നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നമ്മളെ ജഡ്ജസിനൊക്കെ ഇഷ്ടാവട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കാട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഒക്കെ. അപ്പൊ കണ്ടല്ലോ, ബിരിയാണി മേളാണ് ഇവിടെ നിറച്ചും. ഈ 7 പേരും ബിരിയാണി, പലതരം ബിരിയാണികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്മെല്ലും നന്നായിട്ട് എടുക്കുന്നുണ്ട്. അവർക്ക് എല്ലാവരുടെയും ബിരിയാണി അടിപൊളിയാവട്ടെ. ജഡ്ജസിനൊരു നല്ല ബിരിയാണി ട്രീറ്റ് തന്നെ ആയിരിക്കട്ടെ ഇവർ കൊടുക്കുന്നത് എന്ന് ഞാൻ ആശംസിക്കണം. അപ്പൊ നമുക്കിനി ശേഷം ടേബിളിൽ കാണാം. താങ്ക് യു. മക്കളെല്ലാരും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ബിരിയാണി. മണവും അത് ആ ഒരു കണ്ണിനും നല്ല സുഖമാണ്, മണം മൂക്കിനും നല്ല സുഖമാണ്. ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ബാക്കി റിസൾട്ട് എന്താ അറിയുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്തോന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ നോട്ട് ചെയ്ത പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തിനാ മണം കിട്ടുന്നത്? ബിരിയാണി അല്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നിൽക്കുന്ന ഇത്രയും പേരും 2 or 3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ബിരിയാണീസ് ഉണ്ടാകും. അതിനകത്ത് മഷ്റൂം ഉണ്ട്, ചിലർ സീ ഫുഡ് ഉണ്ട്, പിന്നെ ചിലർ കല്ലുമേക്കായ ഉണ്ട്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ബിരിയാണി എന്നുള്ള ബേസ് വിട്ടുള്ള കളി, അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു യൂണിഫോം ഫ്ലേവർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത്രത്തോളം പ്രിപ്പയർഡ് ആണ് നമ്മുടെ കുട്ടികൾ.
അങ്ങനെ പ്രിപ്പയർ ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല അത് ശരിയാണ്. കാരണം ഭയങ്കര വലിയ കുക്കല്ലേ. ഈ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇതേമാതിരി ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? എന്റെ ഈശ്വര അതെന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യല്ലേ. എന്റെ ജീവിതത്തില് 2 ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുക്കിംഗ് ജീവിതത്തില്. ഒന്ന്, കല്യാണം കഴിഞ്ഞ സമയത്ത് ഉടനെ തന്നെ പാർട്ടി കൊടുക്കും അയൽക്കാർക്ക്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ ഉള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോഴത്തേക്കിനും നമ്മൾ വിചാരിച്ചു എന്നും ഇങ്ങനെ ഈ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചു മടുത്തു, എല്ലാവർക്കും ചിക്കനും ചപ്പാത്തിയും കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് പനി പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണെങ്കിൽ റബ്ബർ പോലത്തെ ചപ്പാത്തി അത് കഴിഞ്ഞു. അപ്പോഴാണ് ചിക്കന് നമ്മൾ ടേസ്റ്റ് നോക്കുന്നു, ഭയങ്കരമായിട്ട് ഉപ്പ് കഴിക്കാം. എന്നിട്ട് ഉപ്പില്ല, ഒട്ടും ഉപ്പില്ല. അപ്പൊ എന്താ ഉപ്പില്ലാത്ത, കുറച്ചുകൂടെ വാരിയിടും, ഉപ്പില്ല. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഉപ്പൊക്കെ ഇട്ടപ്പോ എനിക്ക് തോന്നിയാ ശരി, എനിക്ക് പനി പിടിച്ചിരിക്കുകയല്ലേ, ടേസ്റ്റ് അറിയാൻ. അത് കഴിഞ്ഞിട്ട് അയ്യോ, അപ്പൊ എല്ലാരും വിളിച്ചപ്പോ ഞാൻ തീരെ ചെറിയ പ്രായത്തിലല്ലേ കല്യാണം കഴിയുന്നത്. അപ്പൊ എല്ലാരും ഓ ലക്ഷ്മിപ്രിയ, മോൾക്ക് ഇത്രയൊക്കെ കുക്ക് ചെയ്യാൻ അറിയാവോ? അയ്യോ ജേഷു, പിന്നെ ഈ ലക്ഷ്മിപ്രിയനെ കിട്ടിയ ജേഷു ഭയങ്കര ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ചപ്പാത്തി മുറിക്കാൻ നോക്കുമ്പോ ഒരു തരത്തിലും മുറിയുന്നില്ല. എന്നിട്ട് അത് അവര് കടിച്ചൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ വായ വെച്ചിട്ടുണ്ടല്ലോ. എന്നെ ഇത്രയും പുകഴ്ത്തി പറഞ്ഞു പോയി. എനിക്ക് ശരിക്കും ഇല്ല, ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിനകത്ത് പെട്ടെന്ന് തോന്നുന്ന ഒരു ഹരികൃഷ്ണൻസില് മമ്മൂട്ടിയും മോഹൻലാലും ആ ഒരു മുഖമില്ലേ. എന്റെ ലൈഫിൽ പറ്റിയിട്ടുള്ളൊരു കാര്യം അതെനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ്. ആ സ്ഥാനത്താണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓരോരോ അതിശയങ്ങൾ ചെയ്തിട്ട് എന്നെ ഞെട്ടിക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ബിരിയാണി ഉണ്ടാക്കിയതാണ്. എനിക്ക് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നൊക്കെ കാവ്യയുടെ അമ്മയാണ്. അത് ഈ സംഭവം ഞാൻ ലൊക്കേഷനിൽ പറഞ്ഞതിന് ശേഷമാണ് കാവ്യ മാധവന്റെ അമ്മ എനിക്ക് എങ്ങനെ നല്ല ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞത്. റെസിപ്പി ഒക്കെ ബുക്കിലൊക്കെ വായിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് എന്നെ ഏട്ടനെടുത്ത് പറഞ്ഞു, ഏട്ടാ ഉരുളി വേണം, ദമ്മിടണം, ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല പറഞ്ഞിട്ട് പുതിയ നല്ല ഷോപ്പിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് ഉരുളിയൊക്കെ വാങ്ങിച്ച് ചുവട് കട്ടിയുള്ള ഉരുളി, അതിന് ചേർന്ന പാത്രമൊക്കെ വാങ്ങിച്ച് എല്ലാം ചെയ്ത് ബിരിയാണി എല്ലാം ആക്കി. അപ്പൊ അവരതിനകത്ത് എഴുതിയിട്ടുണ്ട് 45 minutes ദമ്മിടണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ ഇത് അടുപ്പി വെക്കുന്നു, അടി കുറെ കനലിടുന്നു, ഇതിന്റെ മുകളിൽ കുറെ കനലിടുന്നു, പിന്നെ മാവ് മൈദ ഇതെല്ലാം ഒട്ടിച്ച് എല്ലാം വെച്ചു. അപ്പൊ ഏട്ടൻ പറയുന്നുണ്ട്, വെച്ചു മക്കളെ ഇത്രയും സമയത്തിന്റെ ആവശ്യം ഉണ്ടോടാ? 45 minutes ഒക്കെ ഇത്രയും ദമ്മിടേണ്ട കാര്യമുണ്ടോ? ഒന്നാമത് നമ്മുടെ പരീക്ഷണമാണ് ഇത്. ആദ്യമേ ഇത് ഉണ്ടാക്കി വെച്ചപ്പോ തന്നെ ഇത് നന്നായിരിക്കുന്നു, നമുക്ക് അങ്ങനെ കഴിച്ചാൽ പോരെ. ഇല്ല ഏട്ടാ ദമ്മിടണം, ഇത് ദമ്മിട്ടാലേ ശരിയാവുള്ളൂ. അവര് പറഞ്ഞ സമയം നോക്കി 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 1 മിനിറ്റ് പോലും കുറയാൻ ഞാൻ സമ്മതിക്കില്ല, കൂടാനും സമ്മതിക്കില്ല. ഇങ്ങനെ നിൽക്കുക. അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേ ഏട്ടന് സ്മെല്ല് വ്യത്യാസം വന്നിട്ട് ഏട്ടൻ പറയുന്നുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ ലക്ഷ്മി. ഇല്ല സമ്മതിക്കില്ല, കറക്റ്റ് 45 minutes ആവണ്ടേ പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോ എന്റെ മോളെ ചോറ് ഉരുകിപ്പോയത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചോറ് ഉരുകിപ്പോയെന്ന് പറഞ്ഞ അവസ്ഥ കേട്ടോ. നെയ്യും വനസ്പതിയും ഒക്കെ കൂടെ ആയിട്ട് ചോറ് ഉരുകിയും പോയി. ഈ പട്ടണയെടുത്ത മൃതദേഹം ചിക്കനൊക്കെ ശരിക്കും പട്ടണയിലെടുത്ത മൃതദേഹം പോലെ കരിഞ്ഞിട്ട് ഒന്നുമില്ല അതിന്റെ ബോഡി, ഉരുകി വെള്ളമായി പോയ അവസ്ഥയിലാണ് ചേച്ചിയുടെ ബിരിയാണി എക്സ്പീരിയൻസ്. അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പറ്റരുത്. അപ്പൊ നമ്മള് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാമല്ലേ? നമ്മൾ കൊടുത്തിരിക്കുന്ന 1 hour കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ സർ? ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഓക്കെ, 10 9 8 7 6 5 4 3 2 1 stop.
അങ്ങനെ നമ്മൾ മക്കൾ ബിരിയാണി എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ജഡ്ജ്മെന്റ് ആണ്. പക്ഷെ അതിനായിട്ട് നമുക്ക് ഒരു ദിവസം കൂടെ കാത്തിരിക്കണം. നാളേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കാത്തിരിക്കണം. ആ ബിരിയാണിക്കായി മാത്രം ഞങ്ങൾ അടുത്ത എപ്പിസോഡ് വരേക്കും കാത്തിരിക്കുകയാണ്. ബിരിയാണി ആ ഒരു മണം ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെ പിടിച്ചു നിർത്തുകയാണ്. പക്ഷെ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കണം. അപ്പം നമുക്ക് നാളെ ബിരിയാണി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരും കൊതിയോടെ കാത്തിരിക്കൂ ബിരിയാണി എപ്പിസോഡ് 9. And this is Chef Masters Junior and we are signing off from Chef Masters Junior Season 3.